എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബജീവിതത്തിലെ താളപ്പിഴകളും അതിൻ്റെ ചില പരിഹാരങ്ങളും നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി, പ്രതിബന്ധങ്ങളുണ്ടായി മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ, നല്ലൊരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ പല തകർന്ന ബന്ധങ്ങളും പെട്ടെന്ന് അത് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പങ്കുവച്ചു. ഹൈറേഞ്ച് പ്രദേശത്ത് നിന്ന് വളരെ ദൂരെ വിവാഹം കഴിച്ചയച്ച ഒരു പെൺകുട്ടി. അവർ കൊല്ലത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. വിവാഹം കഴിച്ച് വിട്ട വീട്ടിലും അവിടുത്തെ പുരുഷന്മാരെല്ലാം തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നവരാണ്. വിവാഹം കഴിച്ചു, നാട്ടിൻപുറത്തേക്ക് അയച്ചു. വിദ്യാസമ്പന്നയാണ്, നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ രീതിയും അവൾ വളർന്ന രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ഭർത്താവും അച്ഛനും ജോലിക്ക് പോയി സമ്പാദിക്കുന്നവരും അമ്മ ഭംഗിയായിട്ട കാര്യങ്ങളൊക്കെ നോക്കുകയും രണ്ടുപേർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം പൊതി കെട്ടി കൊടുക്കുന്നു. അവർ പോയി വൈകിട്ട് തിരിച്ചു വരുന്നു. ഈ പുതുതായിട്ട് വിവാഹം കഴിച്ച് വന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളവും വീട്ടിലെ ദൈനംദിന കാര്യങ്ങളൊന്നും പരിചയമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ടി വി കാണുക, റേഡിയോ കേൾക്കുക, കയ്യിൽ നെയിൽ പോളിഷ് ഇടുക, അതുപോലെ ഒരുങ്ങി നിൽക്കുക, അത്തരം കാര്യങ്ങളൊക്കെ പരിചയമുള്ളൂ. മറ്റ് വീട്ടിലെ കുക്കിങ്ങോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും പരിചയമില്ല, വീട്ടിൽ പരിചയിച്ചിട്ടില്ല. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചയച്ചു വിട്ടു. മാതാപിതാക്കൾ നല്ലൊരു കുടുംബ ബന്ധം കണ്ടെത്തി പെട്ടെന്ന് വിവാഹം കഴിച്ചയച്ചു വിട്ടു. അവിടെ ചെന്നപ്പോൾ കുറേ നാൾ 2-3 മാസം അങ്ങനെ പോയി കഴിഞ്ഞൊരു ദിവസം അവിടുത്തെ അച്ഛൻ വിളിച്ച് പെൺകുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ ചെന്നപ്പോൾ പറഞ്ഞു, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോക്കൂ, ഇവിടെ നിർത്തേണ്ട കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിനെവിടെ ആവശ്യമില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ 10 വിരലിലും നല്ല നീളമുള്ള നഖമുണ്ട്. എല്ലാ വിരലിലും നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, നല്ലവണ്ണം മുടിയൊക്കെ ഒതുക്കി നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ രാവിലെ അമ്മ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേക്കും, 6-6:30-7 ആകുമ്പോഴത്തേക്ക് ഭക്ഷണമെല്ലാം തയ്യാറാക്കും. അതെല്ലാം മകനും അപ്പനും ഉള്ളത് പൊതിഞ്ഞ് കെട്ടി അവർ ഭക്ഷണം കൊടുത്തു വിടുന്നു. ഷോപ്പറിലാക്കി ഭക്ഷണം കൊടുത്തു വിടും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് മകൾ എഴുന്നേറ്റ് വരുന്നത്. അവിടെ കടുങ്കാപ്പി കുടിച്ചു, ഭക്ഷണം കഴിച്ചു, അവിടെ ഇരിക്കും. പിന്നെ കുറേ നേരം ടി വി കാണും, കുറച്ച് നേരം റേഡിയോ കേൾക്കും. പിന്നെ ഇത് ശരീര സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ സുഖമായിട്ട് അവിടെ ജീവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അമ്മയോട് കൂടെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ആ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണ്ടേ? അതൊന്നും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ഒരു 7:30-8 ആകുമ്പോഴൊക്കെ എഴുന്നേറ്റാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പോലെ വളരെ നീണ്ട നഖമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാതെ ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ഏറ്റെടുത്തില്ലെങ്കിലും ആ അമ്മയോട് ചേർന്ന്, അപ്പനോട് ചേർന്ന്, ഭർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ലോണം കഴിഞ്ഞു കൂടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏതായാലും ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി പെട്ടെന്ന് ആ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി.